ജി ടി എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കെമിസ്ട്രിയുടെ വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയുടെ 2021 മുതൽ 23 വരെയുള്ള അതുപോലെ തന്നെ എല്ലാ ചാപ്റ്ററിലെയും ചോദ്യങ്ങൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് 2024 ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കറിയാം മൊത്തം 40 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ആൻസർ ചെയ്താൽ മതി. ഓരോന്നിനും ഓരോ മാർക്കാണ്. ഒന്നാമത്തെ ചോദ്യം, എഫ് ബ്ലോക്ക് എലമെന്റ്സ് വിച്ച് ബിലോങ് ടു ദ 7th പീരീഡ് ആർ നോൺ ആസ്. അപ്പോൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് വിച്ച് ബിലോങ് ടു 7th പീരീഡിലുള്ള എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ പറയുന്ന പേരാണ് ആക്ടിനോയിഡ്സ് എന്നാണ് പറയാം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ നെയിം ഓഫ് ബൈ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സോപ്പ്. സോപ്പിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ചോദ്യം. അത് ഗ്ലിസറോൾ ആണ്. ഗ്ലിസറോൾ. മൂന്നാമത്തെ, ദ ഓർ ഓഫ് മെറ്റൽ ഈസ് ലൈറ്റർ ദാൻ ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ മെറ്റലിന്റെ ഓർ എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസിനേക്കാളും വളരെ ലൈറ്റർ ആണ്, വളരെ ഭാരം കുറഞ്ഞതാണ്. വിച്ച് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദിസ് കോൺസെൻട്രേഷൻ. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഉപയോഗിക്കുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. നാലാമത്തെ ചോദ്യം, when ammonium chloride is heated, a gas with basic nature is obtained. Write the name of the gas. അപ്പോൾ അമോണിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്താൽ ബേസിക് നേച്ചർ ഉള്ള ഒരു ഗ്യാസ് കിട്ടും. ആ ഗ്യാസിന്റെ പേര് എന്താണ്? ഹൈഡ്രജൻ ആണ്. അമോണിയ ആണ് ആൻസർ. അമോണിയന്റെ 3. അപ്പോൾ ശ്രദ്ധിക്കുക, ബേസിക് നേച്ചറിലുള്ള ഗ്യാസ് എന്ന് പറയുന്നത് അമോണിയാണ്. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് അറ്റ് ദ കാത്തോഡ് വെൻ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇസ് ഇലക്ട്രോലൈസ്ഡ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ദാറ്റ് ഇസ് NaCl അത് ഇലക്ട്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാത്തോഡിൽ ഇടുന്ന പ്രൊഡക്റ്റ് ഏതാണെന്നാണ്. അപ്പോൾ NaCl എന്ന് പറഞ്ഞാൽ Na++Cl നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ കാത്തോഡിലേക്ക് പോകുന്നത് ഏതാണ്? കാത്തോഡിലേക്ക് പോകുന്നത് പോസിറ്റീവ് അയോണാണ് കാത്തോഡിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ഇവിടെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NaCl H2O സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കവിടെ ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് വിത്ത് കാത്തോഡ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ആറാമത്തെ ചോദ്യം, സ്റ്റെയിൻലെസ് സ്റ്റീൽ, നിക്രോം ആൻഡ് അലോയ് സ്റ്റീൽസ്. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് 6 മുതൽ 10 വരെ ഓരോന്നും 2 മാർക്കാണ്. അങ്ങനെ 8 മാർക്കാണ് ഈ സെക്ഷൻ ബിയിൽ വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ, നിക്രോം ആൻഡ് അലോയ് സ്റ്റീൽസ്. വിച്ച് അലോയ് സ്റ്റീൽ ഇസ് യൂസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റിംഗ് കോയിൽസ്. വളരെ സിമ്പിൾ ആണ്, നിക്രോം ആണ്. അപ്പോൾ ഹീറ്റിംഗ് കോയിലിന്റെ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നത് നിക്രോം ആണ്. നമ്മൾ ഫിസിക്സിലും പഠിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ദ അലോയ് സ്റ്റീൽസ് ഹാവിംഗ് ദ സെയിം കമ്പോണൻസ് ആൻഡ് ദിസ്. ഏത് അലോയ് സ്റ്റീൽസിലാണ് ഇതിന്റെ കമ്പോണൻസ് സെയിം ആയിട്ടുള്ളത്? ഓരോന്നിന്റെ കമ്പോണന്റ് നമുക്കറിയണം. ഉള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിലും നിക്രോമിന്റെയും കമ്പോണൻസ് സെയിം ആണ്. ഓക്കെ. നിക്കൽ, ക്രോമിയം, അയൺ നിക്രോമിലുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിലും ഈ കമ്പോണൻസ് ഉണ്ട്. ഓക്കെ. ഏഴാമത്തെ ചോദ്യം, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് in manganese dioxide is +4. Find out the oxidation state of manganese in Mn2O3. അപ്പോൾ മാംഗനീസ് ഡയോക്സൈഡിന്റെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് ഇൻ Mn2O3. ഇവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓക്സിജൻ 3 ഉണ്ട്. അപ്പോൾ -2 × 3 -6 വരും. മാംഗനീസ് ഇവിടെ 2 ഉള്ളത്. അപ്പോൾ ഇവിടെ +6 കിട്ടണമെങ്കിൽ നമുക്ക് മാംഗനീസിന്റെ +3 ആയിട്ടാണ് വരാം. ഓക്കെ. എട്ടാമത്തെ ചോദ്യം, എട്ടാമത്തിന് മുമ്പ് ട്രാൻസിഷൻ എയിൽ ഒരു ബി ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ട്രാൻസിഷൻ എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് വൈ. വളരെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ട്രാൻസിഷൻ എലമെന്റ്സിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിഫറെന്റ് ആണ്. എന്താ കാരണം? പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട് ട്രാൻസിഷൻ എലമെന്റ്സ്. ഇൻ ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് there is only a small difference of energy between the outermost S subshell and penultimate D subshell. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഈ ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെല്ലും പെനൽറ്റിമേറ്റ് തൊട്ട് താഴെയുള്ള ഡി സബ്ഷെല്ലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവാണ്. സോ അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ഇലക്ട്രോൺസ് ഇൻ ദ പെനൽറ്റിമേറ്റ് ഡി സബ്ഷെൽ ഓൾസോ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. സ്യൂട്ടബിൾ കണ്ടീഷനിൽ ഈ പെനൽറ്റിമേറ്റ് ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസ് കെമിക്കൽ റിയാക്ഷനിൽ ഔട്ടർമോസ്റ്റ് എസ് ഇലക്ട്രോൺസിനൊപ്പം പങ്കെടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ട്രാൻസിഷൻ എലമെന്റ്സിന് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ടാകാനുള്ള കാരണം. ദ മോളിക്കുലർ ഫോർമുല ഓഫ് ഹൈഡ്രോകാർബൺ ഈസ് C4H8. അപ്പോൾ C4H8 എന്ന് പറയുന്ന ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത് നമുക്കറിയാം 4 കാർബൺ ഉണ്ട്. അപ്പോൾ 4 കാർബൺ ഇത് CnH2 എന്ന് പറയുന്നത് ആൽക്കീനാണ്. 4 കാർബണും 8 ഹൈഡ്രജനും. അപ്പോൾ ഇത് ബ്യൂട്ടീനാണ്.
To which category does this hydrocarbon belong? Alkene, alkene. So draw the structure of alicyclic hydrocarbon with the same molecular formula. അതേ സെയിം മോളിക്കുലർ ഫോമിലുള്ള ആലിസൈക്ലിക് ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ്. അപ്പോൾ 4 കാർബൺ ഉണ്ട് ഇവിടെ. ഹൈഡ്രജൻ 1 2 3 4 5 6 7 8. ഓക്കെ. അടുത്തത് 9ാമത്തെ, അനലൈസ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. ഒരു 2 ലിറ്റർ എന്തോ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ലിക്വിഡ് പോലെ ഒരു സംഭവമാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ 2 ആറ്റം ആണ്. Temperature 300 Kelvin. What will be the pressure when the volume of this gas is increased to 4 liter at 300 Kelvin? അപ്പൊ എന്താണ് ഈ ഗ്യാസിന്റെ വോളിയം 2 നിന്ന് 4 ലിറ്റർ ആക്കുന്നു. അപ്പൊ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്തുണ്ടാവും? ടെമ്പറേച്ചർ 300 Kelvin. പ്രഷർ എന്തായാലും പ്രഷർ കുറയും. പ്രഷർ 1 atmospheric പ്രഷർ ആയിട്ട് മാറും. ഇത് ഏത് ഗ്യാസ് ലോ ആണെന്ന് ചോദിക്കണം. വിച്ച് ഇസ് ഗ്യാസ് റിലേറ്റഡ് ടു നമുക്കറിയാം ബോയിൽസ് ലോ ആണ്. ഓക്കെ. ബോയിൽസ് ലോ എന്ന് വെച്ചാൽ V is inversely proportional to 1/P. ഓക്കെ. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യമാണ്. Choose the right compounds from the given box to answer the following questions. അപ്പോൾ ഇവിടെ 6 കോമ്പൗണ്ട്സ് വന്നിട്ടുണ്ട്. അതിൽ A, which among this is an ester? ഇതിൽ എസ്റ്റർ ഏതാണ്? വളരെ സിമ്പിൾ ആണ്. CH3CH2 COO CH3 CH3 CH2 COO CH3. അപ്പോൾ COO വരുന്നതാണ് എസ്റ്റർ ആയിട്ട് വരാം. CH3 CH2 C ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ COO CH3 ആണ് എസ്റ്റർ. Which are the compounds required to prepare this ester? ഈ എസ്റ്റർ പ്രിപ്പയർ ചെയ്യാനുള്ള കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 2 and 5 ആണ്. 2 എന്ന് പറയുന്നത് CH3 CH2 COOH. അത് ആസിഡ് ആണ്. ഇത് 3 ഇതുള്ള ആസിഡ് ആണ്. അപ്പൊ ഈ ആസിഡിന്റെ പേരെന്താണ്? പ്രൊപ്പനോയിക് ആസിഡും പിന്നെ എന്താണ് 5ാമത്തെ എന്ന് പറയുന്നത് ഏതാണ് വരെ? CH3OH. CH3OH എന്ന് പറയുന്നത് മെത്തനോളും ആണ്. ഓക്കെ. അടുത്ത ചോദ്യം സെക്ഷൻ C ആണ്. ആൻസർ എനി 4 questions from 11 to 15 ആണ്. ഓരോ ക്വസ്റ്റിനും 3 മാർക്കാണ്. അങ്ങനെ 4 × 3 12. 11ാമത്തെ ചോദ്യം, സൾഫ്യൂരിക് ആസിഡ് ഇസ് കോൾഡ് ദ കിങ് ഓഫ് കെമിക്കൽസ്. സൾഫ്യൂരിക് ആസിഡിനെയാണ് നമ്മൾ കെമിക്കൽസിന്റെ രാജാവ് അല്ലെങ്കിൽ കിങ് ഓഫ് കെമിക്കൽസ് എന്ന് പറയുന്നത്. അതിൽ A, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഇസ് നോൺ ആസ് കോണ്ടാക്ട് പ്രോസസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൾഫ്യൂരിക് ആസിഡ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ പറയുന്ന പേരാണ് കോണ്ടാക്ട് പ്രോസസ്. Which is the catalyst used in this process? ഈ പ്രോസസ് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് വനേഡിയം പെന്റോക്സൈഡ് ആണ്. V2O5 വനേഡിയം പെന്റോക്സൈഡ്. ഇനി അതിലെ 3ാമത്തെ ചോദ്യം, when concentrated sulfuric acid is added to sugar. ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ഷുഗറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എ ബ്ലാക്ക് സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുക. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദിസ് ഒബ്സർവേഷൻ. ഇപ്പൊ ഇതിന്റെ കാരണം ഡീഹൈഡ്രേഷൻ ആണ്. Dehydration is the ability of the substance to absorb chemically combined water or to remove hydrogen and oxygen from a substance in the ratio corresponding to that of water. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇവിടെ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നടക്കണേ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിന് ഇവിടെ സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യുന്നു? വാട്ടറിനെയോ അല്ലെങ്കിൽ ഹൈഡ്രജനെയോ ഓക്സിജനെയോ ആ സബ്സ്റ്റൻസിന് വാട്ടറിന്റെ റേഷ്യോ അല്ലേ അതിനെ എന്താണ് ചെയ്യുക? അബ്സോർബ് ചെയ്യാനൊരു ഇത് സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ടാണ് അത് ബ്ലാക്ക് കളറായിട്ട് മാറുന്നത്. ഈ സൾഫ്യൂരിക് ആസിഡ് നമുക്ക് ഓൾസോ നോൺ ആസ് dehydrating agent. A strong dehydrating agent ആണ് സൾഫ്യൂരിക് ആസിഡ്. ഇറ്റ്സ് എ dehydrating agent. ഓക്കെ, റൈറ്റ്. ഇനി 12ാമത്തെ ചോദ്യം, സിൽവർ ഈസ് കോട്ടഡ് ഓൺ കോപ്പർ ബാങ്കിൾ ബൈ ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പൊ ഇലക്ട്രോപ്ലേറ്റിംഗിന് വേണ്ടി സിൽവർ ഈസ് കോട്ടഡ് ഓൺ കോപ്പർ ബാങ്കിൾ ബൈ ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പൊ കോപ്പർ ബാങ്കിളിൽ സിൽവർ കോട്ട് ചെയ്യുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് വഴിയാണ്. Which metal is connected to the negative terminal of the battery in this process? ഈ പ്രോസസ്സിൽ ബാറ്ററി നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നത് കോപ്പർ ബാങ്കിൾ ആണ്. ഓക്കെ, കോപ്പർ ആണെങ്കിൽ കോപ്പർ ബാങ്കിൾ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നത്. വിച്ച് ഈസ് ദിസ് ഇലക്ട്രോലൈറ്റ് യൂസ് ഫോർ? ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്. മിക്സ്ചർ ഓഫ് സിൽവർ നൈട്രേറ്റ് ആൻഡ് സിൽവർ സൈനേറ്റ് സൊല്യൂഷൻ. അപ്പോൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിൽവർ നൈട്രേറ്റിന്റെയും സിൽവർ സൈനേറ്റ് സൊല്യൂഷന്റെ മിക്സർ നമുക്ക് ഉപയോഗിക്കാം. Write the chemical equation of the reaction that takes place at the positive electron. Positive electron നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ A leads to Ag plus 1 electron. Ag ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, Ag പ്ലസ് ആയിട്ട് മാറുന്നു. ഓക്കെ, 13ാമത്തെ ചോദ്യം, ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഹൈഡ്രോകാർബൺ ഇസ് ഗിവൺ ബിലോ. അപ്പോൾ ഒരു ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചറൽ ഫോർമുലയോട് തന്നിരിക്കുന്നത്. ഹൗ മെനി കാർബൺസ് ആറ്റംസ് ആർ ദ മെയിൻ ചെയിനിൽ എത്ര? മെയിൻ ചെയിൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ലോങ്സ്റ്റ് ചെയിനാണ് മെയിൻ ചെയിനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 2 രീതിയിൽ ലോങ് ചെയിൻ എടുക്കാം. ഒന്നിനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാം,
ഇല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഓക്കെ, 1 2 3 4 5 6 1 2 3 4. അപ്പോൾ നേരെ എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 സ്ട്രേറ്റ് ആകുമ്പോൾ 5 കാർബണാണ് വരുള്ളൂ. നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ 1 2 3 4 5 6 എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ താഴേക്ക് എടുക്കുന്നതാണ് ലോങ് ചെയിൻ വരെ. അപ്പോൾ ലോങ് മെയിൻ ചെയിൻ എന്ന് പറയുന്നതാണ് ലോങ് ചെയിൻ. അപ്പോൾ 6 കാർബണാണ് അവിടെ വരുന്നത്. 1 2 3 4 5 6. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ബി, നെയിം ദ ബ്രാഞ്ച് പ്രസന്റ് ഇൻ ദ കോമ്പൗണ്ട്. അപ്പൊ ഇതിൽ ഈ കോമ്പൗണ്ടിലുള്ള ബ്രാഞ്ചിന്റെ പേരെന്താണ്? ബ്രാഞ്ച് എന്ന് പറയുന്നത് ഏതാണ്? മീഥൈൽ റാഡിക്കലാണ് ഈ ബ്രാഞ്ചിലുള്ളത്. കാരണം ആ അത് 1 2 3 4ാമത്തെ പൊസിഷനിലാണ് CH3 അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് മീഥൈൽ കോമ്പൗണ്ട് ആണ്. ശ്രദ്ധിക്കുക, അപ്പൊ ലോങ്സ്റ്റ് ചെയിൻ എടുക്കണമെന്ന് ഓർത്ത് നമുക്ക് റൈറ്റ് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൽ ഇത്ര 6 കാർബൺ ആണുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ പേര് നമുക്ക് എങ്ങനെ കൊടുക്കാം? 6 കൊണ്ട് ഹെക്സ് ആണ്. പിന്നെന്താണ് വരുന്നത്? നമുക്ക് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 1 2 3 4 5 6. അപ്പൊ ഇവിടെ നമുക്ക് മീഥേനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. മീഥൈൽ റാഡിക്കലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് എത്രാമത്തെ ബ്രാഞ്ചാന്ന് നോക്കണം. 1 2 3 4 5 6. അപ്പോൾ 4ന്റെ ഒപ്പമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 3 അല്ല വരുന്നത്, 4 ആണ് വരിക. 4 മീഥൈൽ ഹെക്സൈൻ. 1 2 3 4 5 6 ആണ്. അപ്പോൾ 4ന്റെ ഒപ്പമാണ് 4 മീഥൈൽ ഹെക്സൈൻ ആണ് വരിക. ഓക്കെ, റൈറ്റ്. 14ാമത്തെ ചോദ്യം, അലൂമിനിയം ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഓൺ ദ എർത്ത് ക്രസ്റ്റ്. എർത്തിന്റെ ക്രസ്റ്റിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള മെറ്റലാണ് അലുമിനിയം. വിച്ച് ഇസ് ദ ഓർ ഓഫ് ദ അലുമിനിയം. അലുമിനിയത്തിന്റെ ഓർ ബോക്സൈറ്റ് ആണ്. ഓക്കെ, ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദിസ് ഓർ. ഈ ഓറിന്റെ കോൺസെൻട്രേഷനുള്ള ഡിഫറെന്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ എന്ത് ചെയ്യും? പൗഡേർഡ് ബോക്സൈറ്റ്. ബോക്സൈറ്റിനെ, അലുമിനിയത്തിന്റെ ഓർ ആയിട്ടുള്ള ബോക്സൈറ്റിനെ പൗഡർ ചെയ്തിട്ട് ഇറ്റ് ഈസ് ആഡഡ് ടു ദ ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷൻ. ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷനിലേക്ക് ഇത് ആഡ് ചെയ്യും പൗഡേർഡ് ബോക്സൈറ്റിനെ. Then it is converted to sodium aluminum solution. അത് sodium aluminum solution ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആഫ്റ്റർ ഫിൽറ്ററിംഗ് ഔട്ട് ഇമ്പ്യൂരിറ്റീസിനെ ഫിൽറ്റർ ചെയ്തതിന് ശേഷം എ സ്മോൾ എമൗണ്ട് ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് AlOH3 ഈസ് ആഡഡ്. എന്നിട്ട് എന്ത് ചെയ്യും? ആൻഡ് വെൽ ഡൈല്യൂട്ടഡ് ഇൻ വാട്ടർ. വാട്ടർ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യും. അത് സബ്സിക്വന്റ്ലി അതിനുശേഷം ലാർജ് എമൗണ്ട് ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇമ്പ്യൂരിറ്റി ഫിൽറ്റർ ചെയ്ത് കളഞ്ഞിട്ട് അലുമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ സോഡിയം അലുമിനേറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ഞാൻ വാട്ടർ ഡൈല്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ക്രിസ്റ്റൽസ് ആർ സെപ്പറേറ്റഡ് ആൻഡ് ഹീറ്റഡ് തർലി. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ക്രിസ്റ്റലിനെ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ലീഡിങ് ടു ഇറ്റ്സ് ഡീകമ്പോസിഷൻ ടു Al2O3. അത് Al2O3 ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അലുമിന എന്ന് പറയുന്നത്. അലുമിന എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2 AlOH thrice പ്ലസ് ഹീറ്റ് ലീഡ്സ് ടു Al2O3 പ്ലസ് 3H2O. ഇനി അടുത്ത 15ാമത്തെ ചോദ്യമാണ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്. അവിടെ നമുക്കൊരു എക്സ് ഡാഷ് ഇട്ടേക്കാണ്. അവിടെ അത് ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3CH2Cl എന്ന് കിട്ടും. അപ്പോൾ പ്ലസ് HCl കിട്ടും. അപ്പോൾ ഇവിടെ എക്സ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ CH3CH3 ആണ്. അപ്പോൾ CH3CH3 എന്ന് പറഞ്ഞാൽ ഈഥീൻ ആണ്. C2H6 ഈഥീൻ ക്ലോറൈഡ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈഥിൽ ക്ലോറൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും കിട്ടും. അതെന്താണ് ഉണ്ടാകുന്നത്? അത് അവിടുത്തെ നമ്മൾ ഈ ഒരു റിയാക്ഷനിൽ അവിടുത്തെ ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ക്ലോറിൻ വരുന്നു. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്ത CH3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് Cl2. അപ്പോൾ ഇവിടെ ഇത് വരുന്നത് ആൽക്കീനാണ്. ഇവിടെ വരുന്നത് പ്രൊപ്പീനാണ്. പ്രൊപ്പീൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആവുകയും അവിടെയുള്ള ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ വരികയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് CH3CHCl CH2Cl ആണ് വരാൻ. CH3CHCl CH2Cl. ഇനി മൂന്നാമത് CH3CH2CH3 ഇതെന്ന് പറയുന്നത് പ്രൊപ്പൈൻ ആണ്, ആൽക്കെയിൻ ആണ്, ANE ആണ്. കാരണം ഇവിടെ 3 കാർബണും ഹൈഡ്രജൻ 8 ഉണ്ട്. അപ്പോൾ പ്രൊപ്പൈൻ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മീഥെയിനും പിന്നെ എന്ത് കിട്ടുന്നു? എത്തീനും കിട്ടുന്നു. മീഥെയിൻ ആൽക്കെയിൻ ആണ്. എത്തീൻ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇതിന്റെ ഒരു ടേബിളൊക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ്. പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റ് വീഡിയോകളിലും ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ട് കെമിസ്ട്രിയുടെ. അപ്പോൾ മറ്റു വീഡിയോകളും നിങ്ങൾ ചെക്ക് ചെയ്യണം. 16ാമത്തെ ചോദ്യം, സെക്ഷൻ ഡി. ഇവിടെ ആൻസർ ഇനി 4 questions from 16 to 20. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 4 marks. അപ്പോൾ 16ാമത്തെ ചോദ്യം ഇതാണ്. ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ എലമെന്റ് ഈസ് ഗിവൺ 1:2:2p6 3:3p6 3d6 4:2. വാട്ട് ഈസ് ആറ്റമിക് നമ്പർ ഓഫ് ദിസ് എലമെന്റ്? ഇതിന്റെ ആറ്റമിക് നമ്പർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്.
ഇതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, ഇലക്ട്രോണിന്റെ എണ്ണം ഓർ പ്രോട്ടോണിന്റെ എണ്ണമാണ് ആറ്റമിക് നമ്പർ. ഇലക്ട്രോണിന്റെ എണ്ണം നോക്കാം 2, 4, 10, 12, 18, 24, 26. 26 ആണ് ഇതിന്റെ ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സബ്ഷെൽ എമംഗ് ദീസ് ഹാസ് ഹയസ്റ്റ് എനർജി? ഏതിനാണ് ഹയസ്റ്റ് എനർജി ഉള്ളത്? ഏതാണ്? നമുക്കറിയാം 3Dക്കാണ് ഹയസ്റ്റ് എനർജി ഉള്ളത്. SPDF D എനർജി ഉള്ളത്. ഇവിടെ 3D ആണ് ഹയസ്റ്റ് എനർജി ഉള്ളത് സബ്ഷെല്. ഫൈൻഡ് ഔട്ട് ദ പീരീഡ് നമ്പർ ആൻഡ് ഗ്രൂപ്പ് നമ്പർ ഓഫ് ദിസ് എലമെന്റ്. അപ്പോൾ നമുക്കറിയാം പീരീഡ് നമ്പർ 4s2 ആയതുകൊണ്ട് പീരീഡ് നമ്പർ 4 ആണ്. നമുക്ക് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. 17ാമത്തെ ചോദ്യം, ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഇസ് ഗിവൺ CH2 CH2 CH3 CH2O CH3. ദ കോമ്പൗണ്ട്സ് ഹാവിംഗ് OR ഈസ് ദ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആർ കോൾഡ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് ഈതർ എന്നാണ് നമ്മൾ പറയുക. ഈതർ പ്രത്യേകം നോട്ട് ചെയ്യുക, പരീക്ഷ പ്രദർശിച്ചിട്ടുണ്ട്. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ C3H8O. C3H8O 3 കാർബണും 8 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ ആണുള്ളത്. ഇതിന്റെ റൈറ്റ് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിന്റെ IUPAC നെയിം എന്ന് പറഞ്ഞാൽ മെത്തോക്സി ഈഥെയ്ൻ ആണ്. എന്താണ് മെത്തോക്സി ഈഥെയ്ൻ? അപ്പോൾ C3H8O അല്ലെങ്കിൽ CH3CH2O CH3യുടെ IUPAC നെയിം എന്ന് പറയുന്നത് മെത്തോക്സി ഈഥെയ്ൻ ആണ്. ഓക്കെ, ഇനി ഡി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് ഫംഗ്ഷൻ ഐസോമർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ ഫംഗ്ഷൻ ഐസോമറിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ. ഫംഗ്ഷൻ ഐസോമർ എന്ന് പറയുന്നത് നമുക്കിത് OH ആൽക്കഹോളായിട്ട് നമുക്ക് ഇതിന്റെ CH3CH2CH2OH. അപ്പൊ ഇതാണ് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല CH3CH2CH2OH. ഓക്കെ, അപ്പൊ ഇതിലുള്ള കാർബണിന്റെ എണ്ണം 3 തന്നെയാണ്. ഹൈഡ്രജൻ 3, 2, 5, 2, 7, 1, 8, ഓക്സിജൻ 1. ഓക്കെ, 18ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ അമോണിയം ഗ്യാസ് ഇൻ ഇസ് STP? അപ്പോൾ 1 മോൾ അമോണിയം ഗ്യാസിന്റെ ഏത് ഗ്യാസ് ആയാലും 1 മോൾ എടുത്താൽ അതിലെ STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിന് പ്രഷറിലുള്ള വോളിയം എന്ന് പറയുന്നത് 22.4 liters ആണ്. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വോളിയം ഓഫ് 68 gram അമോണിയ ഗ്യാസ് അറ്റ് STP. 68 gram അമോണിയ STPയിലുള്ളതിന്റെ വോളിയം കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം അമോണിയയുടെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 17 ആണ്. 17 gram അമോണിയയാണ് 1 മോൾ എന്ന് പറയുന്നത്. അപ്പൊ 68 gram എന്ന് പറഞ്ഞാൽ 68/17 എന്ന് പറയുന്നത് 4 മോളാണ്. അപ്പൊ 4 മോളിന്റെ വോളിയം എന്ന് പറയുന്നത് 4 × 22.4 liters ആണ്. ദാറ്റ് ഈസ് 89.6 liters. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 68 gram ഓഫ് അമോണിയ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 68 gram ഓഫ് അമോണിയയിലുള്ളത് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ 4 മോളാണുള്ളത്. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ 4 × 6.022 × 10⁻²3. 1 മോളുള്ള മോളിക്യൂൾസിന്റെ എണ്ണം 6.022 × 10⁻²3 ആണ്. 4 മോളിക്യൂൾസ് 4 × 6.022 × 10⁻²3. 19ാമത്തെ ചോദ്യം, 2NO ഗ്യാസ് ആണ്. ഓക്സിജൻ O2 ഗ്യാസ് ആണ്. അത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ലീഡ്സ് ടു 2NO2 ഗ്യാസ് ആണ്. 2NO2 ഗ്യാസ് ആണ്, പ്ലസ് ഹീറ്റും കൂടി ഇത് വരുന്നു. വെൻ ഡസ് റിവേഴ്സിബിൾ റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം? എപ്പോഴാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാവുക? ഇത് ഫോർവേഡ് റിയാക്ഷൻ ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാവുക എന്നുള്ളതാണ് ചോദ്യം. എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാവുക? വെൻ ദ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ. അപ്പൊ അങ്ങനെയാകുമ്പോഴാണ് നമുക്കൊരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാവുക. ഫോർവേഡ് റിയാക്ഷൻ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റും ഈക്വൽ ആകുമ്പോഴാണ് ഇക്വിലിബ്രിയത്തിലായിരിക്കുക. നമ്മളോട് ചോദിച്ചാൽ ഒരു ബി ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻഫ്ലുവൻസ് എമൗണ്ട് ഓഫ് ദ പ്രൊഡക്റ്റ്? ഈ പ്രൊഡക്റ്റിന്റെ താഴെ തന്നിരിക്കുന്ന എന്ത് ചേഞ്ചസ് എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്? ടെമ്പറേച്ചർ കൂട്ടുന്നു. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്തുണ്ടാവുക? കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാവും. റിയാക്ഷൻ സ്പീഡിൽ നടക്കുന്നു, പ്രൊഡക്റ്റ് കൂടുതൽ ഉണ്ടാവുന്നു. ഓക്കെ, ഇനി ഇൻക്രീസ് ഇൻ പ്രഷർ കൂട്ടുമ്പോഴും എന്തുണ്ടാവും? പ്രൊഡക്റ്റ് ഇൻക്രീസസ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്മള് ടെമ്പറേച്ചർ കൂടുന്നു, പ്രഷർ കൂടുന്നു. ഈ മൂന്നാമത്തെ NO2 ഈസ് റിമൂവ് ഫ്രം ദ സിസ്റ്റം. അപ്പോൾ പ്രൊഡക്റ്റ് നമ്മൾ റിമൂവ് ചെയ്യാണ്. പ്രൊഡക്റ്റ് NO2 റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ്ടാവുക? ഫോർവേഡ് റിയാക്ഷൻ സ്പീഡ് നടക്കും. ഓക്കെ, അതായത് പ്രൊഡക്റ്റ് ഇൻക്രീസസ്. ഓക്കെ, റൈറ്റ്. ഇനി 20ാമത്തെ ചോദ്യം, ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. മഗ്നീഷ്യം, സിങ്ക്, അയൺ, കോപ്പർ, സിൽവർ. അപ്പൊ ഇതിന്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ തന്നേക്കാണ്. ഇത് അനലൈസ് ചെയ്തിട്ട് താഴെ നിന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ആർക്കായിരിക്കും? ഏറ്റവും കൂടുതൽ വരുന്നത് Mgനേക്കാളും കൂടുതലാണ് സിങ്കിനേക്കാളും കൂടുതലാണ് അയണിനേക്കാളും കൂടുതലാണ് കോപ്പറിനേക്കാളും കൂടുതലാണ് കൂടുതലാണ് Ag എന്നുള്ളത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ Mg ആണ് വലുത്, അതിന് കുറവാണ് സിങ്ക്. സിങ്കിന് കൂടുതലാണ് അയൺ കുറവ്. എപ്പോഴും തുറന്നിരിക്കുന്ന ഭാഗമാണ് കൂടുതൽ. അപ്പൊ കോപ്പറാണ് കൂടുതൽ, Ag കുറവ്. അപ്പൊ ഇവിടെ ഏറ്റവും കുറവെന്ന് പറയുന്നത്
ആരാണ് ഏറ്റവും കുറവ്? Agയും റിയാക്ടിവിറ്റിയുടെ ഏറ്റവും കൂടുതൽ ആരായിരിക്കും? Mg ആണ് കൂടുതൽ. Mg കൂടുതൽ സിങ്ക് ആയിട്ട് കമ്പയർ ചെയ്യുന്ന Mg കൂടുതൽ, Fe ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിങ്കിന് കൂടുതൽ, കോപ്പർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Fe കൂടുതൽ, Ag ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോപ്പർ കൂടുതൽ. അപ്പൊ നെയിം എനി വൺ ഓഫ് ദ മെറ്റൽ ദാറ്റ് കനോട്ട് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ദ ഡയറക്റ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഡയറക്റ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു മെറ്റൽ, ഏത് മെറ്റലാണ് ഇതിലുള്ളതെന്ന് ആൻസർ എന്ന് പറയുന്നത് കോപ്പർ ആൻഡ് സിൽവർ. Cu and Ag ആണ് കോപ്പർ ആൻഡ് സിൽവർ. Which are the metals that can displace iron from FeSO4 solution? FeSO4 solution Fe-നെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്ന മെറ്റൽ ഏതൊക്കെയാണ്? മഗ്നീഷ്യം, സിങ്ക് ആണ് വരാം. മഗ്നീഷ്യം, സിങ്ക് ആണ് വരാം. അപ്പോൾ അത് ഹയർ റിയാക്ടിവിറ്റി ആയതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അയണിനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഈ മൂന്നാമത്തെ ചോദ്യം, എ ഗാലനിക് സെൽ ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് സിങ്ക് ആൻഡ് അയൺ ആസ് ഇലക്ട്രോഡ്. ഒരു ഗാലനിക് സെൽ സിങ്കും അയണും ഇലക്ട്രോഡായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നു. വിച്ച് ഈസ് ദ ആനോഡ് ഓഫ് ദിസ് സെൽ? ഈ സെല്ലിന്റെ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ആണ്. അതുപോലെ തന്നെ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ കാത്തോഡ്. ഓക്കെ, കാത്തോഡ് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ അയൺ Fe2 പ്ലസ് 2 ഇലക്ട്രോൺ അയൺ വിട്ടുകൊടുക്കുന്നു, അതായത് Fe ആയിട്ട് മാറുന്നു. ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇപ്പോൾ കെമിസ്ട്രിയുടെ ഒരു 2024 ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ആൻസർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2023, 22, 21 എല്ലാ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രി നന്നായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ നല്ല മാർക്ക് വാങ്ങിക്കുക. എല്ലാവർക്കും A+ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു.